എസ് ശരണിലേക്ക് ഈ വാർത്ത ആദ്യം ബ്രേക്ക് ചെയ്ത ശരണിലേക്കാണ്. ശരൺ, ഇപ്പോൾ ഇഡിയുടെ സമൻസ് വീണയ്ക്ക് ലഭിക്കുമ്പോൾ വെള്ളിയാഴ്ച ഹാജരാകണം എന്ന് ആവശ്യപ്പെടുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഈ എല്ലാവരും ഒരേ ദിവസം തന്നെ ഹാജരാക്കണമെന്നാണ് പറയുന്നത്. രാവിലെ ഇഡി ഓഫീസിലെത്തണം എന്നാണോ ഈ സമൻസിൽ പറയുന്നത്? അതിന്റെ സമയമടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? സ്മൃതി, രാവിലെ 10:00 കൂടി കൊച്ചി ഓഫീസിൽ ഹാജരാക്കണമെന്നുള്ള നിർദ്ദേശമാണ് വീണ ടിക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ 9 പേർക്ക് സമൻസ് അയച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ പേർക്കും ഒരു ദിവസത്തേക്കാണോ എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത്. വീണ ടിയുടെ കാര്യത്തിൽ നമ്മൾ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അത് നമ്മൾ ചോദിച്ചപ്പോൾ കൃത്യമായി തന്നെ മറുപടി ലഭിച്ചിട്ടുണ്ട്. അതായത് വീണ ടിക്ക് സമൻസ് നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ചത്തേക്കാണ്. വെള്ളിയാഴ്ച രാവിലെ 10:00 കൂടി കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. മറ്റ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിലടക്കം, അതായത് നമ്മൾ മനസ്സിലാക്കുന്നത് ശശിധരൻ കർത്ത, CMRL MD ആയ ശശിധരൻ കർത്ത, അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതിനിടയിൽ അദ്ദേഹത്തിന് സമൻസ് അയച്ചിട്ടുണ്ട്. ഇതിന് പുറമെ അദ്ദേഹത്തിന്റെ മകനായ ശരണസ് കർത്ത, അത് CMRL ജോയിന്റ് മാനേജിംഗ് ഡയറക്ടറാണ്. ഒപ്പം KS സുരേഷ് കുമാർ, CMRL ചീഫ് ജനറൽ മാനേജറാണ്. അടക്കമുള്ള 9 പേർക്കാണ് സമൻസ് അയക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ CMRL ഉദ്യോഗസ്ഥർ, ഈ CMRLുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് എന്നത്തേക്കാണ് സമൻസ് നൽകിയിരിക്കുന്നത്, ഏത് ദിവസമാണ് അവർ ഹാജരാകേണ്ടതെന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനും തന്നെ നമുക്ക് വ്യക്തത വരുത്താൻ കഴിയും. എന്തായാലും EDയെ സംബന്ധിച്ച് വളരെ സുപ്രധാനമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അവർ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് 2024, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2024 ECI രജിസ്റ്റർ ചെയ്ത് ഇപ്പോൾ തന്നെ ഏകദേശം 2 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോഴും പകുതി മാത്രമാണ് ഈ അന്വേഷണം എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി സ്വാഭാവികമായിട്ടും വീണയുടെ ചോദ്യം ചെയ്യലിലേക്ക് പോകേണ്ടതുണ്ട്. ആ ചോദ്യം ചെയ്യലിന് ശേഷം എന്താണ് നടപടി എടുക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കേണ്ടതുണ്ട്. ഇതിനകം ED ഡയറക്ടർ കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പഴുതടച്ചുള്ള അന്വേഷണം തന്നെ വേണം. കാരണം ഈ ഒരു കേസ് ഇതിനകം തന്നെ മാധ്യമ ശ്രദ്ധ നേടിയ കേസാണ്, വലിയ വിവാദത്തിലായ കേസാണ്. ചെറിയൊരു പഴുത് പോലും EDക്ക് വലിയ ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോടതിയിൽ തിരിച്ചടി നേരിടാതിരിക്കാനുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് മാത്രമേ കോടതിയിലേക്ക് പോകാവൂ എന്നുള്ള നിർദ്ദേശവും ഡയറക്ടറുടെ ഭാഗത്തു നിന്നുണ്ടായ സാഹചര്യമുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ വീണയ്ക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനി വീണ ഇതിലൊക്കെ തന്നെ കൃത്യമായ മറുപടി പറയേണ്ടി വരുമെന്നുള്ളതാണ്. നമുക്കറിയാം, ഇതിൽ ഇന്നലെ EDക്ക് ലഭിച്ചിരിക്കുന്നത്, അതായത് കോടതി ഉത്തരവ് പ്രകാരം EDക്ക് ലഭിക്കാൻ പോകുന്നത് 134 സുപ്രധാന രേഖകളാണ്. അതിൽ തന്നെ 2016 വീണ ടിയും CMRL തമ്മിൽ ഉണ്ടാക്കിയ കരാറിന്റെ പകർപ്പുണ്ട്. ഇതിനു പുറമെ 2017 വീണയുടെ കമ്പനിയായ എക്സാലോജിക്കും CMRL തമ്മിൽ ഉണ്ടാക്കിയ കരാറ്, ഒപ്പം വീണയുടെയും എക്സാലോജിക്കിന്റെയും CMRLന്റെയും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും വീണയുടെ IT റിട്ടേൺസ് അടക്കമുള്ള രേഖകളാണ് EDയുടെ പക്കലിലേക്ക് എത്തുന്നത്. 10 ദിവസത്തിനുള്ളിൽ കൈമാറണമെന്നുള്ള നിർദ്ദേശമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും ഈ രേഖകൾ വരുമ്പോഴായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങുകയും ചെയ്യുക. നമുക്കറിയാം, EDയുടെ സാധാരണ രീതി എന്ന് പറയുന്നത് ഒരു തവണ വിളിച്ചു വരുത്തി അവർ വേഗത്തിൽ തുടർ നടപടി, അതായത് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാറില്ല. ഒരു തവണ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലിന് ശേഷം ആ മൊഴിയൊക്കെ തന്നെ വിശദമായി പരിശോധിക്കും. ഒപ്പം ഈ രേഖകൾ വെച്ചുകൊണ്ട് അത് ക്രോസ് ചെക്ക് ചെയ്യും. പൊരുത്തക്കേടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും വിളിച്ചു വരുത്തും. അതിനുശേഷമായിരിക്കും 2-3 പ്രാവശ്യം ചോദ്യം ചെയ്ത ശേഷമായിരിക്കും പിന്നീട് എന്താണ് തീരുമാനമെടുക്കേണ്ടതെന്നുള്ള കാര്യത്തിലേക്ക് അവർ എത്തുകയും ചെയ്യുക. ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ്. ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതിനുള്ള പരിശോധനയാണ് നടക്കുന്നത്. ഇതിൽ വീണ തൈക്കണ്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ CPM-ന് വേണ്ടി പറയുന്ന ന്യായീകരണമായിട്ടുള്ളത് ഇതെല്ലാം ടാക്സ് അടച്ചതിന്റെ രേഖകൾ ഉണ്ടല്ലോ, ബാങ്ക് വഴിയാണല്ലോ ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. ബാങ്ക് വഴി ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും ഇത്തരത്തിൽ തട്ടിപ്പുകൾ നടക്കാം, കള്ളത്തരങ്ങൾ നടക്കാം എന്നുള്ള വാദം തിരിച്ചും വരുന്നുണ്ട്. അതെങ്ങനെയാണ് വിശദീകരിക്കപ്പെടുന്നത് ശരൺ? സ്മൃതി, അതായത് ഈ കഴിഞ്ഞ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള ഏജൻസികൾ, SFI അടക്കമുള്ള ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ പലരുമായിട്ട് CMRL അനധികൃതമായിട്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അത് 182 കോടിയുടെ സാമ്പത്തിക ഇടപാടാണ് നടത്തിയിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് എക്സാലോജിക്കുമായിട്ട് 2.72 കോടിയുടെ 2.78 കോടിയുടെ ഇല്ലീഗലായിട്ടുള്ള ഇടപാടുകൾ നടക്കുകയും ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നതാണ്. വീണ ടിക്ക് ഒരു മാസം 3 ലക്ഷം രൂപയും വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് 5 ലക്ഷവും വീതം
ഒരു വർഷത്തേക്ക് 96 ലക്ഷമാണ് എക്സാലോജിക്കിന് ലഭിക്കുകയും ചെയ്തിരുന്നത്. അത് 2017-നും 2020-നും ഇടയിലുള്ള കാലയളവിലാണ് ഈ പണം ലഭിച്ചിരിക്കുന്നത്. ഈ പണം പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ പരിധിയിൽ വരുന്നതാണ് ED വിലയിരുത്തുന്നത്. കാരണം ഈ വ്യാജ ചെലവുകൾ കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള ഇടപാടുകൾ CMRL നടത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ കുറ്റകൃത്യത്തിൽ നിന്നുള്ള പണമാണ് വീണ ടിക്ക് ലഭിച്ചിരിക്കുന്നത്. അങ്ങനെ ലഭിച്ച പണം വീണ എന്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള വ്യക്തത വരുത്താനുള്ള അന്വേഷണത്തിലേക്കാണ് ED കടന്നിരിക്കുന്നത്. പ്രധാനപ്പെട്ട 2 ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധന തുടരുകയാണ്. ഒന്ന്, ഈ റെയ്ഡിന് പിന്നാലെ വീണ ടിയുടെ HDFC ബാങ്കിലെ അക്കൗണ്ട് ED മരവിപ്പിച്ചിരുന്നതാണ്. അതിൽ 1.5 ലക്ഷം രൂപ മാത്രമാണ് EDക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ED സംശയിക്കുന്നത് അതിലേക്ക് വലിയ തോതിൽ പണം വരികയും കഴിഞ്ഞ കാലയളവിൽ ഈ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്നതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ അബുദാബിയിലെ അക്കൗണ്ട്, അതായത് 2019 വരെ അബുദാബിയിൽ വീണ ടിക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് 2019-ലാണ് പൂട്ടുന്നത്. ഈ കുറ്റകൃത്യം നടന്ന കാലയളവ് ഞാൻ സൂചിപ്പിച്ചതുപോലെ 2017-നും 2020-നും ഇടയിലുള്ള കാലയളവാണ്. അതിനിടയിലാണ് ഈ അക്കൗണ്ട് പ്രവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ CMRL-ലുമായിട്ടുള്ള ഇല്ലീഗൽ ട്രാൻസാക്ഷൻസ് ഈ അക്കൗണ്ട് വഴി നടന്നിട്ടുണ്ടോ, അതിനുവേണ്ടി ഈ അക്കൗണ്ട് തുറന്നതാണോ എന്നടക്കമുള്ള സംശയങ്ങളാണ് ഇടിക്കുള്ളത്. അതിൽ നമുക്കറിയാം, ഇത്തരത്തിലൊരു വിദേശ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അടക്കം സഹായം തേടിക്കൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് ഇടിക്ക് പോകേണ്ടി വരും. അതടക്കമുള്ള വിവരങ്ങൾ, അതായത് വിദേശകാര്യ മന്ത്രാലയം വഴി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നീക്കത്തിൽ കൂടിയാണ് ED ഉള്ളത്. ഇതിനിടയിലാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വീണയെ സംബന്ധിച്ച് ഇനി സേവനം നൽകിയെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇതിനകം തന്നെ CMRL ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും വീണയ്ക്കെതിരെ കൃത്യമായി SFIക്ക് മൊഴി നൽകിയിട്ടുണ്ട്. യാതൊരുവിധ സേവനവും നൽകാതെയാണ് വീണ ഇത്തരത്തിൽ പണം കൈപ്പറ്റിയത് എന്നുള്ളത് സംബന്ധിച്ച മൊഴികൾ അടക്കമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ എന്ത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നെന്നുള്ള കാര്യത്തിൽ ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം വീണയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ആ രീതിയിലുള്ള ചോദ്യം ചെയ്യലായിരിക്കും EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്.